നിറവിൻ്റെ കതിർക്കറ്റയ്ക്കു താഴെ പൊന്നോണപ്പൂക്കളമൊരുക്കി എൻ്റെ പുറമണ്ണൂരിലെ ക്ഷേത്രങ്ങൾ. ഇത്തവണ മഹാബലി തന്നെ സ്ഥാനം പിടിച്ചു പൂക്കളത്തിൽ. കിരീടവും ആഭരണങ്ങളും ഓലക്കുടയും വസ്ത്രവുമെല്ലാം വിവിധ തരം പൂക്കളാൽ ഒരുക്കിയിരുന്നു. അത്തം വെളുത്താൽ ഓണം കറുക്കണം എന്നാണല്ലോ. ഇത്തവണ അതിനും മാറ്റമൊന്നും ഉണ്ടായില്ല. അമ്പലത്തിലേക്ക് ഇറങ്ങാൻ നേരമായപ്പോഴേക്കും മഴ അകമ്പടി സേവിച്ചു വന്നു. ഒറ്റ നോട്ടത്തിൽ മഹാബലി തിരുമനസ് ഓണപ്പൂക്കളത്തിൽ നിന്നും എഴുന്നേറ്റ് വരുന്നതുപോലെ തോന്നി. മഴയൊന്നും വകവയ്ക്കാതെ ഭക്തജനങ്ങൾ വന്നും പോയുമിരുന്നു. അതിൽ ചെറിയ കുട്ടികളും വലിയവരും എല്ലാം ഉണ്ടായിരുന്നു. ഇത് ഗണപതി ക്ഷേത്രത്തിനു മുന്നിലെ കുഞ്ഞു പൂക്കളം. ലക്ഷ്മി നരസിംഹമൂർത്തി ക്ഷേത്രത്തിലും വളരെ മനോഹരമായ പൂക്കളം ഒരുക്കിയിരുന്നു. ഇത് അവിടത്തെ ഗണപതി കോവിലിനു മുന്നിൽ ഒരുക്കിയ പൂക്കളമാണ്. ഇത് ഇന്ന് ഞാനും മോളും ഒരുക്കിയ തിരുവോണപ്പൂക്കളം. മുറ്റത്താണ് സാധാരണ പൂക്കളം ഒരുക്കാറുള്ളത്. പക്ഷേ ഇന്ന് മഴ പെയ്ത് മുറ്റത്താകെ വെള്ളമായിരുന്നു. അപ്പോൾ കുറേ കഷ്ടപ്പെട്ടുകൊണ്ടാണ് പാടാൻ. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഓണം. ആദ്യം വിളക്കത്ത് വിളമ്പി, ശേഷം എല്ലാ വിഭവങ്ങളും മേശയുടെ മുകളിൽ നിരത്തി വച്ചു. ഞങ്ങൾ 4 പേരും ചേർന്നിരുന്ന് സമൃദ്ധമായ സദ്യ ഉണ്ടു. ശേഷം എല്ലാവരുടെയും കൂടെ നിന്ന് ഒരു സെൽഫി. അപ്പോഴേക്കും മഴയൊക്കെ പോയി ഓണവെയിൽ വന്നു തുടങ്ങിയിരുന്നു. ഇത് ആദ്യ ദിവസത്തെ പൂക്കളം. ഇത് രാവിലെ പെയ്ത മഴ. ഇത് വളവിൽ ബോയ്സിൻ്റെ ഓണം, അതായത് മോൻ്റെ കൂട്ടുകാരോടൊപ്പമുള്ള ഓണം. ഇന്നലെ രാത്രിയാണ് ഈ അലങ്കാരമെല്ലാം ഒരുക്കിയതും ഈ വലിയ ഒരു പൂക്കളം ഇട്ടതും. രാവിലെ ക്ഷേത്രത്തിലെ അവരുടെ ഓണാഘോഷം, അതോടൊപ്പം അവർ എടുത്ത വിവിധ തരത്തിലുള്ള ഫോട്ടോകളാണ് ഇവിടെ കാണുന്നത്. ഹാപ്പി ഓണം.